നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോഴും ശുദ്ധമായി നിലനിൽക്കുന്നതിൽ ഒറ്റപ്പെട്ട കേസുകളുണ്ട്. നുള്ളിയെടുക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. ഒരു ചൂല് അതിനെ ചുറ്റും കെട്ട് കെട്ടിയത്, ഒരു കെട്ട് പോലും അഴിയരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കെട്ട് പലരുടെയും കെട്ടാണ്. ഇമാമിന്റെ കെട്ടാണ് ഒരു കെട്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനനേതാക്കളുടെ കെട്ടുണ്ട് അതിൽ, അതുപോലെ ക്ലബ്ബുകാരുടെ കെട്ടുണ്ട്, വിവിധ മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും വിഭാഗങ്ങളുടെയും കെട്ടുണ്ട്. ആ കെട്ട് മുറുക്കണം. എന്നാൽ ഒരു ഈളുപെടുന്ന് പുറത്തേക്ക് പോകില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അതിനുള്ള ശ്രമം ഒരു ജാഗ്രതാ സമിതിയായിട്ട് നമുക്ക് നീങ്ങണം. ഓരോ പ്രദേശത്ത് സബ് കമ്മിറ്റികൾ ഉണ്ടാക്കണം. അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള നിരീക്ഷിക്കാൻ ആളെ ഏർപ്പാടാക്കണം. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് മദ്യവും നമ്മൾ എതിർക്കണം. കാരണം അതിൽ കഞ്ഞി വിട്ടിട്ട് മറ്റ് സിന്തറ്റിക് മാത്രം കൂടിയത് നടക്കൂല. മദ്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ മദ്യത്തിലേക്ക് പോയ ആളുകളെ നമ്മൾ കണ്ടറിഞ്ഞ് അവരെ രക്ഷപ്പെടുത്തണം. നാളെ ചങ്ങായാണ് വീണടക്കുന്നത്. അപ്പൊ എന്റെ പെണ്ണുകൾ തന്നെ നിങ്ങൾ ഇനിയിപ്പോ നിന്നാലും നേരം വീട്ടോ അന്നല്ല നോക്കട്ടെ, ഞാൻ എന്താണ് ഇങ്ങനെ കവുന്നിങ്ങനെ കിടക്കണം. അപ്പൊ ഞാൻ മെല്ലെ വിളിച്ചു നോക്കുമ്പോ ചെറുപ്പക്കാരനാണ്, ആരാന്ന് എനിക്കറിയില്ല, മലയാളം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോ തല ഇങ്ങനെ ഇടക്കിടക്ക് താത്തുണ്ട്. അപ്പൊ എന്താ തല ഇങ്ങനെ ഇളക്കുന്നു വെച്ച് വിമാനം തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പറക്കണേ, ഇവിടെ പൊട്ടി ചോരെ കൊളിച്ചിട്ടുണ്ട്. പറക്കണം. കേട്ടോ, പറക്കുമ്പോ ഓനെ തല അങ്ങനെ വിമാനത്തുമ്പോ തട്ടിട്ട് വിമാനത്തിനൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ തല അങ്ങനെ ആക്കിയോളൂ. ഈ ജാതി മനുഷ്യന്മാര് ഇപ്പൊ അങ്ങനെ നമ്മൾ കാണാറില്ല. ഒരാള് തമാശയുണ്ട്, ഒരു തുണിയും കയ്യിൽ പിടിച്ച അങ്ങാടിയുടെ നീക്കടായിട്ട് ഇങ്ങനെ പോവാണല്ലോ. പോരോ ആ തുണിയൊന്നും ഉടുക്കാൻ കഴിയാൻ അതിനൊരു മറ കാണണ്ടേന്നാ ഓന്റെ അഭിപ്രായം. തുണി ഉടുക്കാനൊരു മറ കാണായിട്ട് ഇങ്ങനെ നടക്കുക അങ്ങാടി കൂടെ. അജാതി മനുഷ്യന്മാരെണ്ണം കുറവാണ്, എന്നാലും ഉണ്ട്. അങ്ങനത്തെ ആളുകളെ നമ്മൾ ഒന്ന് പറഞ്ഞ് അതോടെ